everyone. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് മാംഗ്രോവ്സ് അഥവാ കണ്ടലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മാംഗ്രോവ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, മാംഗ്രോവ്സ് തരുന്ന സർവീസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സേവനങ്ങളാണ് കണ്ടലുകൾ നൽകുന്നത്? അതുമല്ലാന്നുണ്ടെങ്കിൽ മാംഗ്രോവ്സ് എങ്ങനെയാണ് നമുക്കൊരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസാസ്റ്റർ തടയുന്നതിന് എങ്ങനെ അതിനുവേണ്ടി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് മാംഗ്രോവ്സ് അഥവാ കണ്ടലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മാംഗ്രോവ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള സർവീസസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള സേവനങ്ങൾ മാംഗ്രോവ്സ് നമുക്കായിട്ട് നൽകുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് എന്താണ്, മാംഗ്രോവ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് അഥവാ മത്സ്യസമ്പത്തിന്റെ വലിയൊരു ഉറവിടമാണ് മാംഗ്രോവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടലുകളുള്ള ഭാഗങ്ങളിൽ ധാരാളമായിട്ട് അവർക്ക് ആഹാരം ലഭിക്കും. അതുപോലെ തന്നെ ഇവരൊരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിട്ട് കണ്ടലുകൾ പലപ്പോഴും ആക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കിട്ടും. അതേപോലെ തന്നെ അവരുടെ പ്രെഡേറ്റേഴ്സിന് അഥവാ അവരെ ഇരയാക്കുന്ന ജീവികൾ അങ്ങോട്ട് എത്തുന്നത് വളരെ കുറവായിരിക്കും. പ്രെഡേറ്റേഴ്സ് ആ ഭാഗത്ത് കുറവായിരിക്കും, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഇവർക്ക് കുറച്ചും കൂടി ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഒരു വലിയൊരു സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് എവിടെ ഉണ്ടായിരിക്കും? മാംഗ്രോവ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്നാണ് സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതായത് ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറ തന്നെ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജീവികൾ, ഇപ്പൊ നമ്മൾ ഫിഷസ് പറഞ്ഞു, ഫിഷസ് കൂടാതെ പലതരത്തിലുള്ള എന്താ പറയുക, ബേർഡ്സ് ആയിക്കോട്ടെ, ഇൻസെക്ട്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? ഈ പറയുന്ന കണ്ടലുകൾ അല്ലെങ്കിൽ മാംഗ്രോവ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയൊരു രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റി തന്നെ എവിടെ ഉണ്ടായിരിക്കും? മാംഗ്രോവ്സിൽ ഉണ്ടായിരിക്കും. ഇനി മറ്റൊന്നാണ് നമ്മുടെ കോസ്റ്റൽ സോയിലിന്റെ ഒരു കൺസർവേഷൻ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ തീരദേശ പ്രദേശത്തുള്ള മണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? കണ്ടലുകൾ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടലുകളുടെ റൂട്ട്സ്, അവരുടെ ഈ വേരുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഭയങ്കര ഒരു സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ തന്നെ മണ്ണൊന്നും ഒലിച്ചു പോവാതെ ആ മണ്ണുകളെ കൃത്യമായിട്ട് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന സോയിൽ ബിൽഡ് ചെയ്യാനും സോയിലിനെ കൃത്യമായിട്ട് മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ, നല്ല ഉറപ്പോടുകൂടി പിടിച്ചു നിർത്താനൊക്കെ ആര് സഹായിക്കും? കണ്ടലുകൾ അഥവാ മാംഗ്രോവ്സ് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തൊന്നാണ്, നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ. ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആഗോളതാപനം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്ന സമയത്ത് വരുന്നതാണ്. അപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ സാധാരണ മരങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി അല്ലെ, 4 to 5 times 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മാംഗ്രോവ്സ് അഥവാ കണ്ടലുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യെസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് സുനാമി തടയാനായിട്ട് അല്ലെ. ഇപ്പം നമുക്ക് തോന്നും എങ്ങനെയാണ് സുനാമി തടയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മാംഗ്രോവ്സ് സഹായിക്കുന്നുണ്ടായിരിക്കാം. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ റോൾ എന്ന് പറയുന്നത് സുനാമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടലുകളുടെ റൂട്ട്സ് തന്നെയാണ്. ഓക്കെ, ഈ വേരുകൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കെട്ടിപ്പിടഞ്ഞ് അങ്ങോട്ടും ഇങ്ങനെ ഇന്റർവൈൻ ചെയ്തിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട്സും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന വേവ്സ് അഥവാ ഈ പറഞ്ഞ തിരമാലകളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോഴ്സ് കുറയ്ക്കാനായിട്ട് ആർക്ക് സഹായിക്കാൻ പറ്റും? ഈ പറയുന്ന കണ്ടലുകൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വളരെ തിക്കായിട്ട് ആയിരിക്കും ഈ പറയുന്ന റൂട്ട്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രയും ഡെൻസ് ആയിട്ടുള്ള റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ വരുന്ന വേവിനെ തടഞ്ഞു നിർത്തുക എന്നതിനപ്പുറം അതിൻ്റെ ഒരു ഫോഴ്സ്, ആ ഒരു വേവിന്റെ എനർജി എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് ആർക്ക് സഹായിക്കും? തിരമാലകളുടെ ആ ഒരു എനർജി കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന കണ്ടലുകൾക്ക് സഹായിക്കും. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കണ്ടലുകൾ അഥവാ മാംഗ്രോവ്സ് നൽകുന്ന സേവനങ്ങൾ അഥവാ സർവീസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്താ പറയുക, ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഒന്നെങ്കിൽ പോയിന്റ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഡിസാസ്റ്റേഴ്സും മറ്റും ഉണ്ടാകുന്ന നിന്ന് എങ്ങനെയാണ് തടയുക, ഇപ്പൊ സോയിൽ ഇറോഷൻ തടയാൻ എങ്ങനെ സഹായിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അല്ലെ. ഈ പറയുന്ന പോലെ തന്നെ വേരുകൾ വളരെയധികം ഇന്റർവൈൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും വളരെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, മണ്ണൊന്നും ഒലിച്ചു പോവാതെ അതിനെങ്ങനെ പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയും? കണ്ടലുകൾക്ക് കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ എത്ര ഇനം കണ്ടലുകളാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എത്ര സ്പീഷീസ് ഓഫ് മാംഗ്രോവ്സ് ആണ് നമുക്ക് ഈ പറയുന്ന കേരളത്തിൽ കാണാനായിട്ട് സാധിക്കുക? അപ്പൊ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.